കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ പ്രസിഡന്റും UDF കോട്ടയം ജില്ലാ ചെയർമാനുമായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ NDAയിലേക്ക്. സജി ചെയർമാനായ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പാർട്ടി NDAയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കോട്ടയം NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് വേദിയിലെത്തി ആശംസകൾ അർപ്പിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAയുടെ നിലപാടിലും അവഗണനയിലും പ്രതിഷേധിച്ചാണ് മുൻ UDF കോട്ടയം ജില്ലാ ചെയർമാനായിരുന്ന സജി മഞ്ഞക്കടമ്പൻ രാജിവെച്ച് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത്. മോൻസ് ജോസഫ് തന്നെ നിരന്തരമായി ചവിട്ടിയൊതുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും UDFിലെ മറ്റൊരു നേതാവുമായി തനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്നും സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു. നിലവിലെ ഏറ്റവും ഭേദപ്പെട്ട മുന്നണി എന്ന നിലയിലാണ് NDAയ്ക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. മുന്നണിയെ തെരഞ്ഞെടുക്കുന്നു. ഞാൻ പറഞ്ഞു NDA മുന്നണിക്കും ചില കുറവുകളുണ്ടാകാം, പക്ഷേ ആ കുറവുകളെ തിരുത്തുവാനുള്ള തിരുത്തൽ ശക്തിയായി ഞങ്ങൾ കൂടി ആ NDA മുന്നണിക്കൊപ്പം ചേർന്നു എന്നാണ് പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കുറവുകൾ മാത്രമല്ലേ ഉള്ളൂ, അതിനേക്കാൾ കുറവുകളല്ലേ UDFിനുള്ളത്. അപ്പൊ ഇതിലൊക്കെ ഭേദപ്പെട്ടത് NDA മുന്നണിയാണെന്നും അതിന്റെ സ്ഥാനാർത്ഥിയാണെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് അഭിമാന പുരസ്സരം ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരള കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങൾ വരും ദിവസങ്ങളിൽ അരയും തലയും മുറുക്കി രംഗത്തുണ്ടാവണമേ എന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പുതിയതായി രൂപീകരിച്ച കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് വേദിയിൽ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി എത്തി. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ഉറപ്പ് തുഷാർ നൽകി. തീർച്ചയായും NDAയിലേക്ക് ഘടകകക്ഷിയായി വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി വരും ദിവസങ്ങളിൽ ഈ പറയുന്ന റബ്ബറിന്റെ വിഷയങ്ങൾ അവസാനിപ്പിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ധൈര്യമായി നമ്മുടെ എല്ലാ ആളുകൾക്കും നിങ്ങൾക്ക് വാക്ക് കൊടുക്കാം. കാരണം എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഉറപ്പുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ്. സജിയുടെ രാജി UDFിന്റെ സാധ്യതകളെ ഒരു കാരണവശാലും ബാധിക്കില്ലെന്ന് UDF കരുതുന്നുണ്ടെങ്കിലും സജി മഞ്ഞക്കടമ്പൻ വരും ദിവസങ്ങളിൽ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുമെന്ന ആശങ്കയുമുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം.